ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യൻ ടു ട്രെയിലർ, മൈ ഒപ്പീനിയൻ. ഇന്ത്യൻ ടു ട്രെയിലറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ടുവിൻ്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ കാണുമ്പോൾ ഏകദേശം യൂട്യൂബിൽ 4.5 മില്യൺ വ്യൂസും കടന്ന് കുതിക്കുകയാണ് ട്രെയിലർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചിത്രമായിരുന്നു ഇന്ത്യൻ ടു എന്നത്. നല്ലൊരു ഹൈപ്പുണ്ട് ചിത്രത്തിന്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ 1996 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ 90s അതിന് ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു. അതിലെ പാട്ടുകളും എല്ലാം കൊണ്ടും വളരെ വലിയൊരു വിജയമായിരുന്നു ഇന്ത്യൻ സിനിമ. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം എന്നതുകൊണ്ടാണ് ഇതിന് ഇത്ര ഹൈപ്പ് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞത്. അതിലെ എ ആർ റഹ്മാൻ്റെ മനോഹര ഗാനങ്ങളും അതോടൊപ്പം ശങ്കറിൻ്റെ മനോഹര ഡയറക്ഷനും കമലഹാസൻ ഉലകനായകൻ്റെ മനോഹരമായ അഭിനയവും എല്ലാം കൊണ്ടും വലിയ ഹിറ്റായിരുന്നു, വലിയ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു ചിത്രം. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഹൈപ്പ് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടുവിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു ഹൈപ്പിനത്രയുള്ളൊരു ഇത് പുലർത്തിയോന്ന് ചോദിച്ചാൽ ഒരു മിക്സർ റിവ്യൂ അല്ലെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമായി അങ്ങനെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആവറേജ് ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്ന 90s ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ 2024 വരുമ്പോൾ ജനറേഷൻ മാറ്റം വന്നിരിക്കുന്നു. പുതിയ യൂത്തിനിടയിലൊന്നും ഈ ചിത്രം അത്ര ഇത് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതൊരു ഡൗട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2K കിഡ്സൊക്കെ ക്രിഞ്ച് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രക്ഷകൻ കാലഘട്ടം, അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലേക്കുള്ള കഥ സെയിം പാട്ടനാണെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോൾ. ആ ഒരു രീതിയിലേക്ക് ഇന്നത്തേക്ക് പുനരാവിഷ്കരിക്കുമ്പോൾ അതത്ര എത്രമാത്രം സക്സസ് ആകുമെന്ന് കണ്ടറിയാം. പിന്നെ ട്രെയിലറിൽ എനിക്ക് ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നുന്നത് നെടുമുടി വേണുവിൻ്റെ AI ഉപയോഗിച്ചുള്ള നെടുമുടി വേണുവിൻ്റെ ആ ഒരു ക്യാരക്ടർ, അത് വളരെയധികം അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ അത് തോന്നി. ഇനി ഇതിനകത്തോടെ ഒട്ടേറെ ക്യാരക്ടറുകൾ ഇങ്ങനെ വരുമെന്ന് തോന്നുന്നു. കാരണം ഗോട്ടിൽ വിജയകാന്തിനെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടു, വിജയകാന്തിനെ AI ഉപയോഗിച്ച്. അതോടൊപ്പം ഇനി ഒട്ടേറെ അങ്ങനത്തെയുള്ള കഥാപാത്രങ്ങൾ, മരിച്ചുപോയ ആ ആർട്ടിസ്റ്റുകളുടെ ആ കഥാപാത്രങ്ങളെയൊക്കെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു നല്ല ഇതായിട്ടാണ് തോന്നിയത്. അങ്ങനെ ലെജൻസിനെയൊക്കെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുമല്ലോ. ആ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. പക്ഷേ ട്രെയിലർ പൊതുവെ നോക്കുമ്പോൾ ഒരു 50-50 ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈറ്റും സംഭവങ്ങളൊക്കെ ഓക്കെയാണ്, ഫൈറ്റൊക്കെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫി രവിവർമ്മന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി പൈസ മുടക്കിയിട്ടുണ്ട്. ബിഗ് ബഡ്ജറ്റാണ്. ലൈക്ക പ്രൊഡക്ഷനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ലൈക്ക പ്രൊഡക്ഷനും പിന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ റെഡ് ജെയിൻ മൂവീസും കൂടി ചേർന്നാണ് ഇതിനെ നിർമ്മാണം. ഒത്തേറെ പൈസ. ശങ്കറിൻ്റെ സിനിമകളിലെല്ലാം അറിയാമല്ലോ, ഭയങ്കര ബ്രഹ്മാണ്ഡം പറഞ്ഞ സിനിമകളായിരിക്കും ശങ്കർ സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൈസ വാരിക്കോരി മുടക്കുമെന്നതിൽ യാതൊരു ഡൗട്ടുമില്ല. മനോഹരമായ വിഷ്വൽസും റിച്ചായിട്ടുള്ള വിഷ്വൽസൊക്കെയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള കഥയെ ഒക്കെ ആ രീതിയിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഡൗട്ടാണ്. അത് ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. പൊതുവേ ഒരു 50-50 ട്രെയിലറാണ് തോന്നിയത്. ഒരു ആവറേജ് ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കമലഹാസൻ്റെ മേക്കപ്പും അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം ഇന്ത്യനിൽ പക്കായായിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ ആ ഒരു മേക്കപ്പും കാര്യങ്ങളും ഒക്കെ അത്ര ഇതായിട്ട് തോന്നിയില്ല. ഒരു ട്രോളിങ്ങനെ കാണുവാനിടയായി. അത് കണ്ടപ്പോൾ തന്നെ ചിരി വന്നു. കാരണം ഒരു കമൻറ്റ്, ആ ട്രോളിന് താഴെ ഒരു കമൻറ്റ് വന്നിരിക്കുന്ന ഇപ്രകാരമാണ്: നെടുമുടി വേണുവും കമലഹാസനും കൂടെയുള്ളൊരു ഫോട്ടോയാണ്. അതിലിങ്ങനെ കമലഹാസനെ AI ആയിട്ടും ഉപയോഗിച്ചതും നെടുമുടി വേണുവിനെ ഒറിജിനലുമായിട്ട് തോന്നുന്നു പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു കമലഹാസൻ്റെ മേക്കപ്പൊക്കെ കാര്യങ്ങളുമൊക്കെ നമുക്കത്ര രസിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എന്തോ ഒരു തട്ടിക്കൂട്ടൽ പോലെയാണ് നമുക്ക് ഫീലായത്. ഇത് 2 ഭാഗങ്ങളായിരുന്നു ചിത്രം ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ 6 മണിക്കൂർ ആ ലെവലിലേക്കായിരുന്നു. അതുകൊണ്ട് 2 ഭാഗമായിട്ട് ഇന്ത്യൻ 2, പിന്നെ അടുത്തത് ഇന്ത്യൻ 3 എന്ന് പറയുന്ന 2025 റിലീസ് ചെയ്യാനായിട്ടാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇന്ത്യൻ 2 എന്ന് പറയുന്നത് ജൂലൈ 12, 2024 ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാട്ടുകൾ പറയുമ്പോൾ അനിരുദ്ധാണ് മ്യൂസിക് ഡയറക്ടർ. പക്ഷേ പഴയ ആ ഒരു ഇന്ത്യനിലേക്കുള്ളൊരു രീതിയിലുള്ളൊരു സോങ്സ് ഒന്നും ഇതിലേക്ക് വന്നില്ല. കതറൽ സോങ്സ് ട്രെൻഡിങ് ആണ്, ഹിറ്റാണ്. ആകെ മൊത്തത്തിൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് താത്ത ഒരാളെ കതിരവിട പോറാണെന്ന് പറയുന്ന ഓഡിയൻസിനെ കതിരവിടാതിരുന്നാൽ ഭാഗ്യം എന്ന് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും കണ്ടറിയാം. ജൂലൈ 12 ചിത്രം തിയേറ്ററിലേക്ക് എത്തും. മൊത്തത്തിൽ പറയുമ്പോൾ ഒരു 50-50 ട്രെയിലറാണ്, ആവറേജ് ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.